ഹായ് എവ്രി വൺ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ ആണ്. നമുക്കറിയാം, അസെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ രണ്ട് പാരൻസ് ആവശ്യമില്ലാതെയും അതുപോലെ തന്നെ ഫ്യൂഷൻ ഓഫ് ഗേമീറ്റ്സ് ഇല്ലാതെയും നടക്കുന്ന റീപ്രൊഡക്ഷൻ പ്രോസസ്സാണ് അസെക്ഷൽ റീപ്രൊഡക്ഷൻ. 7 ടൈപ്പ് അസെക്ഷൽ റീപ്രൊഡക്ഷനാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. 1 ഫിഷനാണ്. 2 ഫ്രാഗ്മെൻറ്റേഷൻ. 3 റീജനറേഷൻ. 4 ബഡ്ഡിംഗ്. 5 വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ. 6 മൈക്രോ പ്രൊപ്പഗേഷൻ. ആൻഡ് 7ാമത്തത് സ്പോർ ഫോർമേഷൻ. ഈ 7 ടൈപ്സ് ഓഫ് അസെക്ഷൽ റീപ്രൊഡക്ഷനും നമുക്ക് 1 by 1 ആയിട്ട് നോക്കാം. ഫിഷൻ ഒരു യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു അമീബ. ആ യൂണിസെല്ലുലർ ആയിട്ടുള്ള ഓർഗാനിസം സ്പ്ലിറ്റ് ചെയ്ത് 2 അതിൽ കൂടുതലോ ഡോക്ടർ സെൽസ് ആവുന്നതിനെയാണ് ഫിഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ ഉണ്ടായ ഡോക്ടർ സെൽസ് പുതിയ ഒരു ഇൻഡിവിജ്വൽ ഓർഗാനിസമായി മാറുകയാണ് ചെയ്യുന്നത്. ഫ്രാഗ്മെൻറ്റേഷൻ ചില മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, ഫോർ എക്സാമ്പിൾ ഗ്രീൻ ഫിലമെൻറ്റസ് ആൽഗെ, ഇവ സ്പ്ലിറ്റ് ചെയ്ത് 2 കഷ്ണങ്ങളായി മാറുന്നു. ഈ കഷ്ണങ്ങളെയാണ് ഫ്രാഗ്മെൻറ്റ്സ് എന്ന് വിളിക്കുന്നത്. ഈ ഫ്രാഗ്മെൻറ്റ്സ് ഇൻഡിവിജ്വലി ഒരു കംപ്ലീറ്റ്ലി ഡെവലപ്ഡ് ആയിട്ടുള്ള ഓർഗാനിസമായി മാറുന്ന ഈ പ്രോസസ്സിനെയാണ് ഫ്രാഗ്മെൻറ്റേഷൻ എന്ന് വിളിക്കുന്നത്. റീജനറേഷൻ ഹൈഡ്ര പ്ലാനേറിയ പോലെയുള്ള ഫുള്ളി ഡിഫറൻഷ്യേറ്റഡ് ഓർഗാനിസത്തിന് ഒരു ബോഡി പാർട്ടിൽ നിന്നും കംപ്ലീറ്റ്ലി ന്യൂ ഇൻഡിവിജ്വൽ ഓർഗാനിസത്തിനെ ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു കഴിവുണ്ട്. ഇങ്ങനെ ഒരു ബോഡി പാർട്ടിൽ നിന്നും കംപ്ലീറ്റ്ലി ന്യൂ ഓർഗാനിസത്തിനെ ക്രിയേറ്റ് ചെയ്യുന്നതിനെയാണ് റീജനറേഷൻ എന്ന് പറയുന്നത്. ഇവിടെ നമുക്ക് ഈ ഓർഗാനിസത്തിൻ്റെ ഡിഫറെൻറ്റ് പാർട്സിൽ നിന്നും കംപ്ലീറ്റ് ആയിട്ടുള്ള ന്യൂ ഓർഗാനിസംസ് ഫോം ചെയ്യുന്നത് കാണാൻ പറ്റും. ബഡ്ഡിംഗ് ഒരു പാരൻറ്റിൻ്റെ ഒരു ഔട്ട് ഗ്രോത്തിൽ നിന്നും എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഓർഗാനിസം ഉണ്ടാകുന്നതിൻ്റെ പേരാണ് ബഡ്ഡിംഗ്. ഹൈഡ്ര, ഈസ്റ്റ് തുടങ്ങിയവയാണ് ബഡ്ഡിങ്ങിൻ്റെ ഉദാഹരണം. ഇവിടെ കാണുന്നത് ഒരു ഹൈഡ്രയാണ്, ഒരു പാരൻ്റൽ ഹൈഡ്ര. ആ പാരൻ്റൽ ഹൈഡ്രയിൽ നിന്നും ഒരു ഔട്ട് ഗ്രോത്ത് നമുക്കിവിടെ കാണാം. ഈ ഔട്ട് ഗ്രോത്ത് ഡെവലപ്പ് ചെയ്ത് വന്ന് ഇതൊരു കംപ്ലീറ്റ്ലി ന്യൂ ഓർഗാനിസം ആയി മാറി പാരൻറ്റിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ പ്ലാന്റ്സിൽ മാത്രം കാണപ്പെടുന്ന ഒരു അസെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ മാർഗമാണ്. വിത്തിൽ നിന്നല്ലാതെ മറ്റേതൊരു ചെടിയുടെ ഭാഗത്തു നിന്നും പുതിയ ഒരു തൈ ഉണ്ടാവുകയാണെങ്കിൽ അതിനെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. വിത്തല്ലാതെ ഒരു ചെടിയുടെ റണ്ണർ, റൈസോം, സക്കർ, ട്യൂബർ, ഓഫ്സെറ്റ്, ബൾബ് എന്നിവയിൽ നിന്നും പുതിയ ചെടികൾ ഉണ്ടാകും. ഈ പറയുന്ന ഭാഗങ്ങളെയാണ് വെജിറ്റേറ്റീവ് പ്രൊപ്പഗ്യൂൾസ് എന്ന് വിളിക്കുന്നത്. മൈക്രോ പ്രൊപ്പഗേഷൻ ടിഷ്യൂ കൾച്ചർ ടെക്നിക്ക് ഉപയോഗിച്ച് പുതിയ ചെടിയുടെ തൈകൾ ഉണ്ടാക്കുന്നതിനെയാണ് മൈക്രോ പ്രൊപ്പഗേഷൻ എന്ന് വിളിക്കുന്നത്. ടിഷ്യൂ കൾച്ചറിൽ വളർന്നു വരുന്ന ഒരു ചെടിയുടെ ഒരു കോശം എടുക്കുന്നു. അതിനുശേഷം ഈ കോശം ആർട്ടിഫിഷ്യൽ ആയി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഗ്രോത്ത് മീഡിയത്തിലേക്ക് മാറ്റുന്നു. ഈ മീഡിയത്തിൽ സെല്ല് ഒരുപാട് ഡിവൈഡ് ചെയ്യുന്നു. ശേഷം ഈ മീഡിയത്തിൽ നിന്നും ഗ്രോത്ത് ഹോർമോൺസ് ഉള്ള വേറൊരു മീഡിയത്തിലേക്ക് ഈ ഉണ്ടായ സെൽസിനെയെല്ലാം മാറ്റുന്നു. അങ്ങനെ ഈ ഓരോ സെൽസും പുതിയ പുതിയ തൈകളായി വരുന്നത് കാണാം. ഇനി മൈക്രോ പ്രൊപ്പഗേഷൻ അഥവാ ടിഷ്യൂ കൾച്ചറിൻ്റെ അഡ്വാൻറ്റേജസ് എന്തെല്ലാമാണെന്ന് നോക്കാം.
ടിഷ്യൂ കൾച്ചർ കൊണ്ട് ഉണ്ടാകുന്ന തൈകളെല്ലാം മദർ പ്ലാന്റിൻ്റെ എക്സാക്റ്റ് കോപ്പികളായിരിക്കും. ഹൈ ഫ്യൂക്കാൻഡിറ്റി റേറ്റ് എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിഷ്യൂ കൾച്ചറിൻ്റെ ആസ്പെക്റ്റാണ്. ഫ്യൂക്കാൻഡിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് സ്പ്രിങ്സ്. ഒരു സെല്ലിൽ നിന്നും ഒരുപാട് തൈകളാണ് നമ്മൾ കൾച്ചർ ചെയ്തെടുത്തത്. ടിഷ്യൂ കൾച്ചർ വഴി നമുക്ക് ഡിസീസ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള പ്ലാന്റ് ഉണ്ടാക്കാം. സ്പോർ ഫോർമേഷൻ. സ്പോർ എന്ന് പറയുന്നത് ഒരു സിംഗിൾ സെൽഡ് റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചറാണ്. ഈ സ്പോറ് പാരൻറ്റിൻ്റെ ബോഡിയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്യുന്നു. അങ്ങനെ ഡിറ്റാച്ച് ചെയ്തതിന് ശേഷം ഈ ഓരോ സ്പോറും ഇൻഡിവിജ്വൽ ഓർഗാനിസമായി മാറുന്നു. സ്പോർ ഫോർമേഷൻ വഴിയുള്ള റീപ്രൊഡക്ഷൻ ചില ബാക്ടീരിയകളിലും ഒരുപാട് ഫംഗൈ ഗ്രൂപ്പിലും കോമൺ ആണ്. ഈ സ്പോർ ഫോം ചെയ്യുന്നത് പാരൻറ്റിൻ്റെ ബോഡിയിലുള്ള സെൽ ഡിവിഷൻ വഴിയാണ്.